ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മൈദയോ മുട്ടയോ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് കേക്കാണ്. ഇവിടെ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. 1.25 കപ്പോളം ഗോതമ്പ് പൊടി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തരിയോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ഞാനിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. അതായത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള പാലായിരിക്കണം. അതായത് തണുത്ത പാലൊന്നും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാല് 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽ ഇവിടെ 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒന്നും ഉപയോഗിക്കാതെ നോക്കുക. വാനില എസൻസ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഇവിടെ നമ്മൾ 1 ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ഒന്നും ഈ റെസിപ്പിക്ക് നമുക്ക് ആവശ്യമില്ല. കൊക്കോ പൗഡർ 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. കേക്ക് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ബേക്ക് ചെയ്യാൻ പോണത്. അതായത് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. പഴയ പാത്രം ആയാലും മതി. അതിന് മുകളിലായിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ കേക്ക് ടിന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് കേക്ക് ബാറ്ററൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കേക്ക് ടിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ നമ്മുടെ കൊക്കോ പൗഡറും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഫോക്കോ സ്പൂണോ യൂസ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടാൻ പാടില്ല. ഒരു ഇത്തിരി മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തരിയോട് കൂടിയുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഓയിലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒലിവ് ഓയിലൊന്നും ചേർക്കാതിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ കേക്കിലേക്ക് വരും. അതാണ് നമ്മളതൊന്നും ഉപയോഗിക്കാത്തത്. സാധാരണ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട് തന്നെ എല്ലാം കൂടെ യോജിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്സിയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് അപ്പോൾ നല്ല ക്രീം പോലെ നമുക്ക് കിട്ടും. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. ഓരോ ബാച്ചായിട്ട് മതി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടൊരു ഫോക്കോ സ്പാറ്റുല യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നന്നായിട്ട് അരിച്ചെടുത്ത പൊടി ആയതുകൊണ്ട് തന്നെ കട്ടിയൊന്നും ഉണ്ടാവില്ല. ഒറ്റയടിക്ക് എല്ലാം കൂടെ ചേർക്കാതെ ഒന്ന് നോക്കണം. കാരണം ഒറ്റയടിക്ക് നമ്മൾ എല്ലാ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ കുറേശ്ശെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ലാസ്റ്റ് ബാച്ച് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ ഒരേ ഡയറക്ഷനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടയില്ലാതെ നന്നായിട്ട് നമുക്കൊരു സ്പാറ്റുല യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഫോക്ക് യൂസ് ചെയ്തിട്ടോ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. തീരെ കട്ടയില്ലാതെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ നന്നായിട്ട് അരിച്ചിട്ടാണ് നമ്മൾ ഈ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുക. കണ്ടോ, ഇതേപോലെ ഇരിക്കും. നല്ലൊരു ഡാർക്ക് കളറായിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമുക്ക് ഇനി കേക്ക്
ബേക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് ടിന്ന് മൊത്തത്തിലായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് തൂക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 കൈ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് നമ്മുടെ കേക്ക് ടിന്നെ നമുക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 40 തൊട്ട് 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റ് കഴിയണ മുമ്പായിട്ട് ഒരിക്കലും ഇത് തുറന്ന് നോക്കരുത്. 30 മിനിറ്റിന് ശേഷം മാത്രം ഇത് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് തുറന്ന് നോക്കാൻ പോവാണ്. നമ്മുടെ കേക്ക് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കത്തിയോ സ്ക്യൂവറോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. നല്ല ക്ലീനായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ക്ലീനായിട്ടല്ല വന്നിട്ടുള്ളെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് ബേക്ക് ചെയ്ത് കേക്ക് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തെടുത്ത് വയ്ക്കുക. ചൂടാറിയതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് സൈഡ്സിലൊക്കെ ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക. അപ്പോൾ കേക്ക് പെട്ടെന്ന് കേക്ക് ടിന്നിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതൊന്നും നമുക്ക് തീരെ മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്